ഓൾറെഡി സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ടി വി ഓൾറെഡി ഹെലി സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. MRC ഇവിടെ പിറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ഇറങ്ങി നിൽക്കുന്നുണ്ട് ഓൾറെഡി. ഇവിടെ 5 മിനിറ്റ് കൊണ്ട് ഇനി 4 മിനിറ്റ് സമയമുള്ളു. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ടാസ്ക്കാണ് ഈ ആരാ അടിക്കുന്നില്ല നോക്കാനൊക്കെ. 2 മണിക്ക് ശേഷം ഇവിടെ ഓൾറെഡി അടി തുടങ്ങിയിട്ട് കട്ടൺ ഡെല്ലൊക്കെ ഇറങ്ങി അടിക്കുന്നുണ്ട്. സ്കിൽ ബ്രോ MRC എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലായിരുന്നോ ഇത്? സ്പൈ MRC എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലായിരുന്നോ 2 മണിക്ക് ശേഷം അടിക്കുന്നത്? ഓക്കെ. സമയമില്ല, 3 മിനിറ്റേ ഉള്ളു ഇനി. ഇനി 3 മിനിറ്റ് റിമൈനിങ്. എന്താവും നോക്കാം. അൺവാണ്ടഡ് ചാറ്റ്. ടൈം ഔട്ട് കൊടുക്കണം. ടൈം ഔട്ട് അല്ല, ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ടൈം ഔട്ട് കൊടുത്തത്. 2 മിനിറ്റ് റിമൈനിങ്. 2 മിനിറ്റിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ നമുക്ക് പണി കൂടും. അവിടെ ടി വി ഓൾറെഡി ഇറങ്ങി അടിക്കുന്നുണ്ട്. കാഷ്വാലിറ്റി വന്നാൽ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി വീഴുന്ന ടീമിൻ്റെ സൈഡിലോട്ടായിരിക്കും. അവർ ലൂസായ കണക്ക് ഇതാവും. പിന്നെ മീറ്റിങ്ങിൽ പോകുമ്പോൾ ലൂസായ ടീമിന് ഡിസൈഡ് എന്നുള്ള രീതിയിൽ. രണ്ട് മിനിറ്റ് ഇന്ന് 1 മിനിറ്റ് കഴിഞ്ഞ് ഇത് കിട്ടും. ഇവിടെ ഇറങ്ങി അടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം സെയിം കുത്തിച്ച ആ സ്ഥലത്ത് തന്നെയാണ് ടി വി കുത്തിച്ചത്. ടി വി സെയിം രീതിയിൽ തന്നെയാണ്, സെയിം സ്ഥലത്ത് തന്നെയാണ് അടിക്കുന്നത്. ലാസ്റ്റ് ടൈം ഈ ഒരു റിഡ്ജ് കുത്തിച്ചായിരുന്നു ടി വി അടി തുടങ്ങിയത്. ബാക്കപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, ബാക്കപ്പ് ഉണ്ട്. MRC ഈ ഒരു റിഡ്ജായിരുന്നു ഹോൾഡ് ചെയ്തത്. പറഞ്ഞോ. ഇപ്പം തന്നെ അത് ശിവ സേഫ് സൗണ്ട് അനൗൺസ്മെന്റ് ഒന്ന് അടിച്ചു വെക്കോടാ. ഇടണ്ട അനൗൺസ്മെന്റ് ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഇനി 1 മിനിറ്റ് വല്ല പിക്ക് വല്ല വീഴുവോ നോക്കാം. സമയം കഴിഞ്ഞല്ല. അനൗൺസ്മെന്റ് ഇട്ടോ. കഴിഞ്ഞു. അൺവാണ്ടഡ് ചാറ്റ് കൊടുക്കണം. അൺവാണ്ടഡ് ചാറ്റും ക്ലിയർ ചാറ്റും കൊടുക്കാം. വീണ്ടും അൺവാണ്ടഡ് ചാറ്റിന്റെ മെസ്സേജ് ഇടണേ.
രണ്ട് സൈഡിൽ നിന്ന് ആരും ഡൗൺ ആയിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞത് രണ്ടുപേരും ഡൗൺ ആയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മാനേജ്മെന്റ് ഡിസിഷൻ പറയുന്ന പറഞ്ഞത് കേട്ടോ. സെർവർ സൈഡിൽ നിന്ന് എൻഡ് ചെയ്തിട്ട് ചെയ്യുമെന്ന് ചോദിച്ചായിരുന്നു. ഓക്കെ, പ്രോബബ്ലി ഐ തിങ്ക് ഇത് അവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ എന്താണെന്നുള്ളത് അറിയത്തില്ല. അത് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ രണ്ട് ഗ്യാങ്സിൻ്റെ അടുത്തും മാനേജ്മെൻറ്റ് ഡിസിഷൻ എന്താണെന്ന് വെച്ചാൽ പറയും. കാരണം ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഇൻസ്റ്റൻ്റായിട്ട് പറ്റത്തില്ല. നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യുന്ന രീതി നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്തിട്ട് പറയും. രണ്ട് സൈഡിൽ നിന്ന് കാഷ്വാലിറ്റീസ് ഒന്നും വീണിട്ടില്ല. അപ്പം സിറ്റുവേഷൻ കണ്ടിന്യൂ ആണോ അല്ലേ എന്നുള്ളത് മാനേജ്മെൻറ്റ് രണ്ട് ഗ്യാങ്സിനെ അറിയിപ്പിക്കും. ഓക്കെ, അതാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ. നമ്മുടെ സൈഡിൽ നിന്നുള്ള ഹാൻഡിൽ ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ ഡൗൺ ഒന്നും വരാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചാറ്റിൽ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ കാര്യമാണ്. ചാറ്റിൽ സംസാരിക്കാനുള്ളവരെല്ലാവരും സംസാരിച്ചു. ആരെ ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. എല്ലാവരും എന്താ വേണമെങ്കിലും സംസാരിച്ചോ. നിങ്ങൾക്ക് സംസാരിച്ച് സന്തോഷമായി കഴിയുമ്പോൾ നിങ്ങൾ പൊക്കോ. തെറി വിളിക്കാതിരുന്നാൽ മാത്രം മതി. അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കരുത്, അത് മാത്രം അലോ ചെയ്യത്തില്ല. പിന്നെ വൾഗറായിട്ടോ അല്ലെങ്കിൽ ഹ്യൂമിലേറ്റ് ചെയ്ത രീതിയിൽ സംസാരിക്കണ്ട. അത് നമ്മൾ ടൈം ഔട്ട് ചെയ്ത് വിടും. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം, ഹ്യൂമിലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ വൾഗറായിട്ടുള്ള. ബാക്കി എന്താ വേണോ നിങ്ങൾ എന്നെ പറയുക, എന്താ വേണോ കാണിച്ചോ. ഹാപ്പി ആയിട്ട് പോവുക. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയുക. അവസാനം മറ്റേ നമ്മൾ വെള്ളം അടിച്ച് വാള് വയ്ക്കത്തില്ലേ, അതേപോലെ വെള്ളം അടിച്ച് വയറ്റിയിരിക്കുന്ന എല്ലാം പോട്ടെ. എന്നിട്ട് സന്തോഷമായിട്ട് പോയി കിടന്ന് ഉറങ്ങും. അത്രേ ഉള്ളൂ. തലയിലുള്ള എല്ലാം എടുത്ത് കള, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ സന്തോഷമായിട്ട്. നാളെ വീണ്ടും നിങ്ങൾക്ക് അടുത്ത ഇത് കാണാനുള്ളതല്ലേ. പ്രീ വാറിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. പ്രീ വാർ എന്ന് വെച്ചാൽ ഡൗൺ ആയ ടീം ഓക്കെ അവർക്ക് ഡിസൈഡ് ചെയ്യാം എപ്പോൾ അടിക്കണമെന്നുള്ളത്. അങ്ങനെയാണ് റൂള്. ഓക്കെ, എന്നിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് അവർ കൺക്ലൂഷനിലായത്. എന്നിട്ടാണ് അവർ പോയി അടിച്ചത്. ഡോക്ടർ മെഡിക് ബ്രോ എന്ത് ചെയ്യും?